ഹായ് ഫ്രണ്ട്സ്, പാർട്ട് 3യുടെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ. നമുക്ക് നോക്കാം ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് ഭൂഘടന, കാലാവസ്ഥ, ജലം, ഊർജം, അസംസ്കൃത വസ്തുക്കൾ. ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെൻറ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത. അടുത്തത് ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. ചിത്രത്തിൽ നിന്നും ടാറ്റ ഇരുമ്പുരുക്ക് ശാലയെ സ്വാധീനിച്ച ഘടകങ്ങൾ കണ്ടെത്തുക. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റിന് വളരാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണ് ഒരുക്കി കൊടുക്കുന്നത്. അവ ഏതൊക്കെയാണ്? നദികൾ തന്നെ ദാമോദർ നദി, സുബർണരേഖ, കോയൽ, ഖർക്കായ് തുടങ്ങിയ നദികൾ ടിസ്കോയ്ക്ക് ചുറ്റുമുണ്ട്. ഇവ ജലലഭ്യത ഉറപ്പുവരുത്തുന്നു. മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഇരുമ്പയിര്, കൽക്കരി തുടങ്ങിയവയുടെ നിക്ഷേപം ടിസ്കോയുടെ ചുറ്റുമുണ്ട്. ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ റെയിൽവേ സാന്നിധ്യവും തുറമുഖ സാമീപ്യവുമെല്ലാം ടിസ്കോയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇതിലൂടെ വളരെ മെച്ചപ്പെട്ട ഒരു വിപണി ടിസ്കോയ്ക്ക് തുറന്നു കിട്ടുന്നു. ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പോലുള്ള ഉൽപാദന വ്യവസായങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായതിനോടൊപ്പം നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു. ചുവടെ ചില വാർത്താ തലക്കെട്ടുകൾ നൽകിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ശീതളപാനീയ വ്യവസായം, ജലദൗർലഭ്യം രൂക്ഷമാകുന്നു. പുക നിറഞ്ഞ ഡൽഹി, ജനജീവിതം ദുസ്സഹമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളിലൊന്ന് മുംബൈ നഗരത്തിൽ വിഷലിപ്തമായി യമുനാ നദി. ഇവയെല്ലാം ഉൽപാദന വ്യവസായങ്ങളുടെ അനന്തരഫലങ്ങളാണ്. ഇവയുടെ പ്രധാന പ്രത്യാഘാതമാണ് മലിനീകരണം. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ് മലിനീകരണം. മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയായി തീരുകയും പരിസ്ഥിതിയുടെ പുനരുജ്ജീവന ശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു. അടുത്തത് വിവിധതരം മലിനീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വായു മലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിലടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥൈൻ എന്നിവ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. ഇത് പ്രകൃതിക്കും മനുഷ്യാരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്നു. അടുത്തത് ജലമലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം, രാസവ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു. ഇത് ജലജീവികളെയും മനുഷ്യരെയും ഹാനികരമായി ബാധിക്കുന്നു. അടുത്തത് മണ്ണ് മലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, വേസ്റ്റ് തുടങ്ങിയവ മണ്ണിന്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു. ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. അടുത്തത് ശബ്ദ മലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറത്തുവരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അടുത്തത് നോക്കാം. വിഭവശോഷണം. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം വിഭവശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. വനനശീകരണം, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെയും ധാതുസ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. അടുത്തത് നോക്കാം. പ്രാദേശിക അസമത്വം. പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. വ്യാവസായികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു. അടുത്തത് നോക്കാം. കുടിയേറ്റം. ജനങ്ങൾ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം. വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വികസിതമായ വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി കുടിയേറ്റം നടത്തുന്നു.
ഇതിൻ്റെ ഫലമായി കുടിയേറ്റം നടന്ന പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിക്കുന്നു. അടുത്തത് നോക്കാം, നഗരവൽക്കരണം. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം. ഇത് നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നതിനും സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അടുത്തത് നോക്കാം, വിഭവ സംരക്ഷണം. വിവേകപൂർണമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക, പരിസ്ഥിതിയുടെ അസന്തുലിതാവസ്ഥ നിലനിർത്തുക, പ്രകൃതിയിലും മനുഷ്യരിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് വിഭവ സംരക്ഷണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം. വിഭവങ്ങളുടെ പുനരുപയോഗം, ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, വനസംരക്ഷണം തുടങ്ങിയവ. വിഭവ സംരക്ഷണം എന്ന ആശയം പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തടയുന്നതിനും ഭാവി തലമുറയ്ക്ക് വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ്. നിലവിൽ വിഭവ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ പിന്തുടരുന്ന പ്രധാനപ്പെട്ട നയമാണ് സുസ്ഥിര വികസനം. ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഈ ക്ലാസ്സോട് കൂടി ചാപ്റ്റർ 6 അവസാനിക്കുകയാണ്. താങ്ക് യു.